ഇന്ന് എൻ്റെ യാത്ര ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ടീ പ്ലാന്റേഷൻസിനിടയിലെ സൂര്യോദയം കാണാൻ വേണ്ടിയാണ്. സോ ലെറ്റ്സ് ഗോ ടു കൊളുക്കുമല. ഐ വെൽക്കം യു ഓൾ ടു മൈ ചാനൽ. മൂന്നാറിൽ ഞാൻ സ്റ്റേ ചെയ്തത് മൂന്നാർ ഐവ എന്ന ക്യാമ്പിംഗ് പ്ലേസിലാണ്. കൊളുക്കുമലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ സൂര്യനെല്ലിയിലാണ് മൂന്നാർ ഐവ ഉള്ളത്. എ ഫ്രെയിം കോട്ടേജുകളും പലതരം ടെൻറ്റ് ഓപ്ഷൻസുകളും ഇവിടെ അവൈലബിൾ ആണ്. ബുക്കിങ്ങിനായി വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്ത് തരും. ഞാൻ ബുക്ക് ചെയ്ത പാക്കേജിൽ ഫസ്റ്റ് ഡേ വെൽക്കം ഡ്രിങ്ക്സ്, ടെൻറ്റ് സ്റ്റേ, ടീ, സ്നാക്സ്, 4 PM ഫാൻറ്റം ഹിൽ ട്രക്കിംഗ്, രാത്രി ക്യാമ്പ് ഫയർ, പിന്നെ 9 മണി മുതൽ ഡിന്നർ വിത്ത് നോൺ വെജ് ആൻഡ് വെജ് ഓപ്ഷൻസ്, ബാർബിക്യൂ. അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് മോർണിംഗ് ടീക്ക് ശേഷം 5 മണിയോടുകൂടി ക്യാമ്പ് സൈറ്റിൽ നിന്ന് തന്നെ കൊളുക്കുമല ജീപ്പ് സഫാരി സ്റ്റാർട്ടിംഗ്. ഇത്രയും കൂടി 1799 രൂപ പെർ പേഴ്സണാണ് ആയത്. തിരുവനന്തപുരത്ത് നിന്ന് 268 കിലോമീറ്ററാണ് മൂന്നാർ ഹൈവേയിലേക്കുള്ളത്. MC റോഡ് വഴി സ്റ്റേറ്റ് ഹൈവേ 8 കയറി റാന്നി, എരുമേലി, നെടുങ്കണ്ടം, ഉടുമ്പൻചോല വഴി നേരെ സൂര്യനെല്ലി. മഴ പെയ്ത് തോർന്ന സമയം ഉടുമ്പൻചോല സൂര്യനെല്ലി റോഡിലെ റൈഡ് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. സൂര്യനെല്ലിയിലെ നല്ലൊരു വ്യൂ പോയിന്റിനെ ഫേസ് ചെയ്താണ് ഈ ടെൻറ്റ് സ്റ്റേകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ക്രിയേറ്റീവായിട്ട് ഇരിക്കാനും വൈബടിക്കാനും പറ്റിയ സ്ഥലങ്ങളും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. ടെൻറ്റ് സ്റ്റേ ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള ചാർജിങ് പോർട്ടുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോമൺ ബാത്റൂമാണുള്ളത്. ലേഡീസിന് സെപ്പറേറ്റ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നാലരയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഫാൻറ്റം ഹില്ലിലേക്ക് ട്രക്കിംഗ് തുടങ്ങി. ഗ്രൂപ്പായ ഗൈഡിനൊപ്പമാണ് പോകുന്നത്. 3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അങ്ങോട്ട് പോകുന്നത് നല്ല കയറ്റമായതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുത്തിട്ടാണ് യാത്ര ചെയ്തത്. ഫാൻറ്റം ഹില്ലിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആനയിറങ്ങൽ ഡാമിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വന്ന് മൂടി പിന്നീട് അത് മാറി ഒരു രക്ഷയില്ലാത്ത തണുപ്പിൽ ഈ വ്യൂ എൻജോയ് ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്.
കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടുത്തെ ഫുഡും ക്യാമ്പ് ഫയറും ലൈറ്റ് സെറ്റിങ്സും ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരെല്ലാം ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു ടീയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കൊളുക്കുമലയിലെ ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട് ജീപ്പുകൾ വന്നുകൊണ്ടിരുന്നു. ഒരു ജീപ്പിൽ കയറുന്ന ആൾക്കാരുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളവിടെ എഴുതി കൊടുത്തിട്ടാണ് ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീപ്പ് സഫാരി ഓൾറെഡി നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഡ്രൈവർ തന്നെ നോക്കിക്കോളും. സമുദ്രനിരപ്പിൽ നിന്ന് 7130 അടി ഉയരത്തിലാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. കൊളുക്കുമലയുടെ സമീപത്തായി തന്നെയാണ് മീശപ്പുലിമലയും ബോസ് പീക്കും ഉള്ളത്. പോകുന്ന വഴി എക്സ്ട്രീമായിട്ടുള്ള ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ സ്വന്തം വണ്ടിയിലോ നടന്നോ പോകാൻ കഴിയില്ല. RTO അപ്രൂവ്ഡ് ആയിട്ടുള്ള ജീപ്പുകൾ ബുക്ക് ചെയ്ത് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ എടുത്ത് മാത്രമേ കൊളുക്കുമലയുടെ ടോപ്പ് വ്യൂവിൽ എത്താൻ കഴിയുള്ളൂ. എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യൂ കാണാൻ കഴിയും. കൊളുക്കുമലയിലെ ടോപ്പിലെ ജീപ്പിൻ്റെ പാർക്കിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ അവിടെ ഇറക്കി ജീപ്പിൻ്റെ നമ്പർ നോട്ട് ചെയ്യാൻ പറഞ്ഞ് തിരിച്ചു വരാനുള്ള സമയം പറഞ്ഞ ശേഷം ഡ്രൈവർ പോകും. അവിടെ നിന്നും ഒരു 1.5 കിലോമീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള കൊളുക്കുമലയുടെ വ്യൂ പോയിന്റിലെത്താം. ഞാനവിടെ എത്തുമ്പോഴേക്കും ഇത്രയും തണുപ്പത്തും കോടയിലും ഒരുപാട് പേർ സൂര്യോദയം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നല്ല കോടയായി കഴിഞ്ഞാൽ വിസിബിലിറ്റി കുറയുമെങ്കിലും പ്രതീക്ഷ കൈവിടാതെ കാത്തിരുന്നു. കൊളുക്കുമല വ്യൂ പോയിന്റിൽ നിന്ന് അല്പം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജാഗ്വാർ സ്റ്റോൺ കാണാൻ കഴിയും. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഞാനും ഏകദേശം 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തു. എനിക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത് കൊളുക്കുമല വ്യൂവിൻ്റെ ഓപ്പോസിറ്റ് തമിഴ്നാട്ടിലെ ടീ പ്ലാന്റേഷൻസിൻ്റെ ഒരു സെപ്പറേറ്റ് വ്യൂ ഉണ്ട്. നമ്മൾ പണ്ട് കമ്പ്യൂട്ടറിലൊക്കെ വാൽപേപ്പറായിട്ടിരുന്ന പച്ചപ്പുള്ള മൗണ്ടൻസ് ഇല്ലേ, അതുപോലെ കണ്ണിൽ തികയാത്ത രീതിയിൽ പരന്ന് കിടക്കുന്ന ടീ പ്ലാന്റേഷൻസിൻ്റെ ഒരു അടിപൊളി വ്യൂ. കൊളുക്കുമലയിലെ സൺറൈസ് എൻജോയ് ചെയ്ത് തിരികെ ക്യാമ്പിലെത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ചെക്കൗട്ട് ചെയ്തു. തിരികെയുള്ള വഴിയിൽ ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ എൻജോയ് ചെയ്തുകൊണ്ടുള്ള റൈഡ് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. രാത്രിയോടുകൂടി തന്നെ തിരുവനന്തപുരത്തെത്തി. യാത്രകൾ ഇനിയും തുടരും. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.